സർ, കഴിഞ്ഞ മാസം 25-ന് ശ്രീ പത്മനാഭ സേവാ സമിതി സെനറ്റ് ഹാളിൽ നടത്തിയ ഒരു പരിപാടി. ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് സെനറ്റ് ഹാളിൽ ആ പരിപാടി നടത്തിയത്. അതിൽ 65,000 രൂപ വാടക നൽകിയാണ് പരിപാടി നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഭാരതാംബ ചിത്രം വെച്ച് അവിടെ ഗവർണർ അധ്യക്ഷനായി എത്തുകയും അതുമായി ബന്ധപ്പെട്ടാണ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം എന്തായാലും രജിസ്ട്രാർ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറെ അവഹേളിച്ചു എന്നുള്ള തരത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ സസ്പെൻഡ് ചെയ്തതിന് തൊട്ട് പിന്നാലെ ഇന്നലെ DYFI ഉൾപ്പെടെയുള്ളവർ ഗവർണർക്ക് നേരെ വലിയൊരു കൊലവിളിയാണ് നടത്തിയത്. നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണുകയാണ് ചെയ്തത്. നേരത്തെ ഇത്തരത്തിലുള്ള കൊലവിളികൾ ഗവർണർമാർക്കെതിരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി? ഇത് വീണ്ടും ഷേക്സ്പിയർ പറഞ്ഞ പോലെ മച്ച് കുഡ് ബി സെഡ് ഓൺ ബോത്ത് സൈഡ്സ് എന്നാണ്. നമ്മളിതിൻ്റെ മെറിറ്റ് കോടതി തീരുമാനിക്കേണ്ടി വരും അവസാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയായിട്ടുള്ള നടപടി തന്നെയാണ്. കാരണം തനിക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ധിക്കരിച്ചുകൊണ്ട് അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ അഭിപ്രായം ചോദിച്ചറിയാതെ ഓറലായിട്ടോ റിട്ടേൺ ആയിട്ടോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ രേഖാമൂലമോ വാങ്ങിക്കാതെ മറികടന്നുകൊണ്ട് അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തെ മറികടക്കുക എന്ന് പറയുന്നത് സർക്കാർ ഭാഷ്യത്തിൽ സർവീസ് റൂൾസ് പ്രകാരം ഇറ്റ് ഈസ് ആൻ ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. അനുസരണക്കേട് കാണിക്കുന്ന ആളെ ശിക്ഷിക്കണം. ശിക്ഷ ഏതാണെന്ന് തീരുമാനിക്കുന്നത് മേലുദ്യോഗസ്ഥനാണ്. ആ കാര്യം ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. വേറെ രാഷ്ട്രീയമൊന്നുമില്ല. നടപടി വേണം. ഇതാ ഇപ്പോൾ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് ഗവൺമെൻറ്റിന് എന്താ അത് ചെയ്യാതിരിക്കാം? എന്തുകൊണ്ട് ചെയ്യുന്നു? നല്ലൊരു കാര്യം ചെയ്ത ആളിനെ ശിക്ഷിക്കാൻ ഇപ്പോൾ ഉടനെ വരും. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു കേട്ടോ, ഇത്രയും വലിയ ആരോഗ്യ മേഖലയിൽ ഇത്രയും വലിയ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതാണ് കാര്യം. അവർ നാണക്കേടായി പോയി. വലിയൊരു ഗോപുരം ഇങ്ങനെ നാണക്കേടാണ്. അതെ, ഇത് നാണക്കേടില്ല. അങ്ങനെ വലിയ ഗോപുരമുണ്ടായ ആ ഗോപുരമണികൾ, അതിൻ്റെ നാദം ഉണ്ടാക്കുന്ന ഗോപുരമണികൾ വഴിയിൽ ചിതറിക്കിടക്കുകയാണ്. ആളുകളെല്ലാം അറിഞ്ഞത് വെറുതെ കൊട്ടുഘോഷിക്കപ്പെട്ട ഒരു ആകാശ ഗോപുരമാണ്. ആ തിരിച്ചറിവിൻ്റെ, രാജാവ് നഗ്നനാണെന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിലാണ് അവർക്ക് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ആളിനെ ബലിയാടാക്കേണ്ടി വരുന്നത്. ആ സിസ്റ്റം ഇല്ലയെന്ന് അവർ പറയുന്നില്ല. കള്ളം പറഞ്ഞു എന്ന് പറയുന്നില്ല. കള്ളവാർത്ത കൊടുത്തു എന്ന് പറയുന്നില്ല. എന്തെങ്കിലും അഴിമതി നടത്തിയൊന്നുമല്ല. ഗവൺമെൻറ്റിന് നാണക്കേടായി പോയി, ഞങ്ങൾക്കത് നാണക്കേടായി പോയത് കൊണ്ട് അയാളെ ശിക്ഷിക്കുക, മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഹാരിസ് ചിറക്കൽ എന്തിനു വേണ്ടി നിലകൊണ്ടോ അവിടെ നിലവിളിക്കുന്ന രോഗികളുടെ, ഉപകരണങ്ങളില്ലാതെ മരിച്ചു പോകുന്ന പാവപ്പെട്ട രോഗികളുടെ, ഒരു വാർത്തയിൽ പോലും സ്ഥാനം പിടിക്കാതെ നടക്കുന്ന അത്ര അനേകായിരം സംഭവങ്ങളുടെ, വരാന്തയിൽ കിടന്ന് പുഴി നുരയ്ക്കുന്ന, എലി കടിക്കുന്ന രോഗികളുടെ ഒക്കെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അക്കാദമിയിലേക്ക്, സർവകലാശാല ആസ്ഥാനത്ത് രാഷ്ട്രീയത്തിൻ്റെ വിഷം കലർത്താൻ വേണ്ടിയുള്ള ഗൂഢമായ രാഷ്ട്രീയം. മാത്രമല്ല സാറേ, മെനിങ്ങാന്ന് വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, നിങ്ങൾ മെഡിക്കൽ കോളേജിനകം മന്ത്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഇത് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വന്നത്. അപ്പം വീണ ജോർജ് വലിയ രീതിയിൽ പറഞ്ഞിട്ടു, നിങ്ങൾ വരൂ എൻ്റെ കൂടെ, നമുക്ക് മെഡിക്കൽ കോളേജിനകം സന്ദർശിക്കാം, അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ. ഇത്രയും വലിയ നമ്പർ 1 ആരോഗ്യ കേരളത്തെയാണ് നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്നലെ മാധ്യമപ്രവർത്തകരൊക്കെ വീണ ജോർജിനെ കാത്തവിടെ നിന്നെന്നൊക്കെ പറയുന്ന കേട്ടോ. പക്ഷെ മന്ത്രി കൊടി പിടിച്ച കാറിൽ അവിടുന്ന് സ്ഥലം മെഡിക്കൽ കോളേജിൽ വീണ ജോർജ് ചെന്ന മാധ്യമങ്ങളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ ഒപ്പിടേണ്ടി വരും രാജി. അതാ ഞാൻ കേട്ടത്. വീണ ജോർജ് രഹസ്യമായിട്ടൊരു മിന്നൽ പരിശോധന അവിടെ നടത്തി. മാധ്യമക്കാരെ കാണിക്കുമ്പോൾ വൃത്തിയായിട്ട് നല്ല ഗ്ലാമറസ് ടൈൽസൊക്കെ ഇട്ട ബാത്റൂമുകളാണ്. പക്ഷേ അതിൻ്റെ വരാന്ത പരിസരത്തെത്തിയപ്പോഴത്തേക്ക് പടി കടന്നെത്തിയപ്പോഴത്തേക്ക് മൂക്കും പിടിച്ചുകൊണ്ട് തിരിച്ചോടി പോരുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അറിയുന്നത്, രഹസ്യമായിട്ട് പോയത്. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കാണാനുള്ള നാണക്കേട് കൊണ്ട്. അല്ല, ധൈര്യമുണ്ടെങ്കിൽ വീണ ജോർജ് അങ്ങ് വെല്ലുവിളിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ അവിടെ. എല്ലാ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ഇടയിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാണും. ബുദ്ധിമുട്ടുകളല്ല, ഇവരുടെ ഇത്തരത്തിലുള്ള അഴിമതികളും കാര്യങ്ങളും. ഈ പണ്ടത്തത് എടുത്തു വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന വീണ ജോർജിനെ ഞാൻ തന്നെ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് വരൂ എൻ്റെ കൂടെ മെഡിക്കൽ കോളേജ് വരെ. എല്ലാ മാധ്യമപ്രവർത്തകരും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മാധ്യമപ്രവർത്തകരും വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് ഒന്ന് ഞങ്ങളുടെ കൂടെ വരൂ. ഈ തിരുവനന്തപുരം മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിലേക്കും ജനറൽ ഹോസ്പിറ്റലിലേക്കും നിങ്ങൾ കാണാത്ത ചില വഴികളിലൂടെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം, അല്ലേ?
പിന്നെ ശരിയായ വഴിയായിരിക്കണം അത്. തീർച്ചയായും. ശരിയായ വഴി. പിന്നെ വേറൊരു കാര്യമുണ്ട്, വീണ ജോർജാണ് വെല്ലുവിളിച്ചത് മാധ്യമപ്രവർത്തകരെ. എന്നിട്ട് വീണ ജോർജ് മാധ്യമപ്രവർത്തകർ ആ വെല്ലുവിളി ഏറ്റെടുത്തു, ഒളിച്ചോടുകയായിരുന്നു. അതുകൊണ്ടറിയാലോ ആ സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ആ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളതും മനുഷ്യൻ്റെ ജീവൻ പ്രശ്നവുമാണ്, ജീവൻ്റെ പ്രശ്നമാണത്. അവിടെ ശ്രദ്ധിക്കാതെ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ സർവകലാശാലയിൽ അവരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അക്കാദമിക് അല്ല, ഒരു പ്രശ്നം സർക്കാരിന് നേരെ വന്നു കിടക്കുമ്പോൾ ഉടനെ ഇന്നലെ മറ്റൊരു പ്രശ്നം, യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച തുക ചെലവഴിച്ചില്ല, വീട് നിർമ്മിച്ചില്ല, ഉടനെ അതിലോട്ട് കൺവെർട്ട് ചെയ്ത് വിടുന്നു. ഉടനെ വീണ്ടും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലോട്ട് കൺവെർട്ട് ചെയ്ത് വിടുന്നു. ശരിക്കും സ്ഥിരമായിട്ട് LDF സർക്കാരിന്റെ പിണറായിസത്തിന്റെ മറ്റൊരു മുഖമല്ലേ ഇതൊക്കെ കാണുന്നു. ഒരു കാര്യത്തിലോട്ട് വരുന്ന സമയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വലിയ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ കൺമുന്നിൽ നിൽക്കുമ്പോൾ അത് കൺവെർട്ട് ചെയ്ത് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ട് അവർ വഴിതിരിച്ചു വിടുന്ന ഒരു പ്രവണത സ്ഥിരം ഇപ്പൊ കാണാറുണ്ട്. നമുക്ക് വഴിതിരിച്ചു വിടാൻ നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് തന്നെ വരാം. യൂണിവേഴ്സിറ്റിയിൽ നോക്കൂ, സർ CPയുടെ കാലത്ത് ഇവർ പിണറായി വിജയൻ അല്ല ഇതിൻ്റെ കാരണഭൂതം. സർ സി പി കേരള സർവകലാശാല, ദി റോയൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, രാജകീയ സർവകലാശാല എന്നാണ് പറഞ്ഞത്. രാജകീയ കലാലയം രാജാവിൻ്റെ കാലത്തുള്ളതാണ്, CPM ഉണ്ടാക്കിയതല്ലത്. ആ കലാലയമല്ല, ആ സർവകലാശാലയുടെ വിദ്യാപീഠത്തിൻ്റെ വൈസ് ചാൻസലറായിട്ട് ആരെയാണ് ക്ഷണിച്ചതെന്നറിയാം? വൈസ് ചാൻസലർ. ഇപ്പം മോഹൻ കുന്നുമ്മേൽ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് വിളിച്ചിരുന്നു ആരെയെന്നറിയാം? ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ച് ഏതാനും മാസങ്ങൾക്കകം. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അവസാനം ചിന്തിച്ചാണ് തീരുമാനിച്ചത്. അപ്പം തള്ളിക്കളയുകയല്ല ചെയ്തത്. എനിക്കിപ്പോൾ വരാൻ സമയം കിട്ടുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുക, പരിഗണിച്ച കാര്യമാണ്. അദ്ദേഹം ഉന്നത സ്ഥാനീയമായിട്ടുള്ള ഒരു വിദ്യാപീഠത്തെ ഈ തരത്തിൽ ഇപ്പം CPMന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിന്താ ജെറോമിനെ അവിടുത്തെ വൈസ് ചാൻസലറാക്കിയതിന്. കാരണം വാഴക്കൂല എഴുതിയ ആളിൻ്റെ പേര് വരെ അതിൻ്റെ ആളിൻ്റെ പേര് വരെ, ആ കവിയുടെ പേര് വരെ മാറ്റിയ ആളാണല്ലോ. അപ്പോൾ അത്ര വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചതാണ് സാഹിത്യത്തിൽ. അതുകൊണ്ട് അവരെ ആക്കിയിരുന്നെങ്കിൽ ഇവർക്ക് സംതൃപ്തി വന്നേനെ. അങ്ങനെയാണല്ലോ വീണ ജോർജും ഒക്കെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഴപ്പമാണ് അവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് മുഴുവൻ രാഷ്ട്രീയം, സെനറ്റ് മുഴുവൻ രാഷ്ട്രീയം, വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ പൂർണ്ണ രാഷ്ട്രീയം, രജിസ്ട്രാർമാരുടെ നിയമനത്തിൽ പോലും രാഷ്ട്രീയം. ഇതും പോകട്ടെ, സർവകലാശാലയുടെ പരീക്ഷകളിൽ രാഷ്ട്രീയം. അവിടെ റാങ്ക് കിട്ടുന്നത് ഇവരുടെ പരീക്ഷ എഴുതാത്തവർക്ക്, പ്രൊമോഷൻ BComന് കിട്ടുന്നത് പ്രീ ഡിഗ്രിയുടെ പരീക്ഷ എഴുതാത്തവർക്ക്, MComന് കിട്ടുന്നത് BCom പരീക്ഷ എഴുതാത്തവർക്ക്. SFI ആയിരുന്നാൽ മതി, നിങ്ങൾക്കെല്ലാം കിട്ടും. അപ്പോൾ ഈ SFIക്കാർ ഇത്രയും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആളാവുമ്പോൾ അവൻ്റെ ഒരു ലോയൽറ്റി കാണിക്കണ്ടേ? അതിൻ്റെ ഒരു കൂറ് പാർട്ടിയോടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ രാജ്ഭവൻ ഗവർണറെ ഇപ്പോൾ ഞങ്ങൾ പുകച്ച് പുറത്ത് ചാടിക്കും. ഇപ്പം ശരിക്കും ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിച്ചിരിക്കുകയാണ്. പാവം ആരിഫ് മുഹമ്മദ് ഖാനെ പറഞ്ഞു വിടും. അയാൾ ഇതിലും ഇത്രയും ഇല്ലായിരുന്നു, കാവിക്കൊടിയൊന്നും നാട്ടുകയില്ലായിരുന്നു. ഇപ്പോൾ കാവിക്കൊടി കണ്ടപ്പോൾ ഇത് ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഇളക്കിക്കൊണ്ട് നാടെമ്പാടും രാജ്ഭവന് മുമ്പിലും കേന്ദ്ര ഗവൺമെൻറ് ഏത് സ്ഥാപനമുണ്ടോ അതിനു മുമ്പിലും ഒക്കെ ഇങ്ങനെ വമ്പിച്ച പ്രതിഷേധം നടത്തി. ബാരിക്കേഡിൻ്റെ പുറത്തുകൊണ്ട് രാജ്ഭവനിലേക്ക് ഇറങ്ങി ഓടുവാണ്. എന്താ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഈ ഉടായ്പ് കാണിച്ചിട്ടൊന്നും പേടിക്കുന്ന ഒരു ഗവർണറല്ല അതിനകത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിങ്ങൾ ഒളിച്ചിരുന്നപ്പോൾ, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ ഒളിച്ചിരുന്നപ്പോൾ, പിണറായി വിജയനെ ഞാൻ വെറുതെ വിടുന്ന കാര്യത്തിൽ ഒളിച്ചിരുന്ന സമയത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടുത്തെ മർദ്ദനം ഏറ്റുവാങ്ങിയ ഒരാളാണ്. തിരിച്ചു വരുമെന്നുള്ള വിചാരത്തിലല്ല. അതുകൊണ്ട് കേരളത്തിലേക്ക് അദ്ദേഹം വന്നിട്ട് വീട്ടിൽ യാത്ര പറഞ്ഞിട്ടല്ലേ, ഇനി തിരിച്ചു വരാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല അത് ഏറ്റെടുത്തത്. ആരുമായിട്ടും വഴക്കിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വഴക്കിടാൻ ഇങ്ങോട്ട് വന്നാൽ വിവരം ഇത് മോഹൻലാലിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, കളിക്കാൻ വന്നാൽ പഠിപ്പിച്ചു വിടുമെന്ന് പറയുന്നത് പോലെ തന്നെ ഉറച്ച മനസ്സുള്ള, എന്നാൽ പുറമെ വളരെ ശാന്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇത് കളിക്കാൻ പോയാൽ നിങ്ങളുടെ കൈ പൊള്ളുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കേന്ദ്രസേന വരും, പോലീസിൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ മുകളിൽ കൂടെ ആണല്ലോ അല്ല, അതും ഈ ഇവർ അത്യാവശ്യം ഈ പറഞ്ഞുള്ള സെക്യൂരിറ്റി ആവശ്യപ്പെട്ട് ഗവർണർ ഇടയ്ക്ക് DGPക്ക് ഇത് കൊടുത്തിരുന്നു. പക്ഷേ ഗവർണറാണ് തീരുമാനിക്കേണ്ടത് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തിൽ വേണമെന്നുള്ളൂ. പക്ഷെ അതിനകത്ത് പോലും DGP പറയുന്നത് സർക്കാർ അനുമതി നൽകിയില്ല എന്നുള്ളത് മനഃപൂർവ്വമല്ലേ. ഈ DYFI ഇത്തരത്തിലുള്ള കൊലവിളികൾ ഇന്നലെ
അതുപോലെ ബാരിക്കേഡ് വരെ തകർത്താണ് അകത്തേക്ക് ശ്രമിച്ചത്. ഗവർണർ എന്ന് പറയുന്ന ഒരുപക്ഷെ മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു പദവി നൽകേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ടുന്ന നമ്മൾ സുരക്ഷിതത്വം നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കേണ്ടുന്ന ഒരു പ്രധാന വ്യക്തി. അതെ. അപ്പോൾ അത്തരത്തിൽ ഒരു സുരക്ഷാ വിഭാഗത്തെ പോലും സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നതിലെ പാളിച്ചകൾ എന്തൊക്കെയാണ്? DGP പറയുന്ന സർക്കാർ അനുവദിച്ചില്ല എന്നുള്ള. അപ്പൊ ഇതെല്ലാം മനഃപൂർവ്വം തന്നെയല്ലേ? ചുമ്മാ രാഷ്ട്രീയം പറയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ പഴയ ഗവർണർക്ക് നേരിട്ട DYFയിൽ നിന്ന് നേരിട്ട പ്രകോപനം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ അടുത്തോടെ നെഞ്ചി വിരിച്ച് നിന്നെങ്കിലും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അപകടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും. അതെ, പ്രോട്ടോകോൾ വീഴ്ചയാണ്. ബാരിക്കേഡ് കടക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ലോ ആൻഡ് ഓർഡർ മെഷീനറി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ഹെഡിന് നേരെ SFI പിള്ളേർ രാജ്ഭവൻ്റെ ക്യാമ്പസിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വളപ്പിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ വീഴ്ചയാണ്. ഞാൻ ഇന്നലെ 2 സമരങ്ങൾ കണ്ടു. KSUവിൻ്റെ സമരവും കണ്ട്, DYFയുടെ ഗവർണർക്കെതിരെയുള്ള സമരവും കണ്ട്. KSUവിൻ്റെ സമരത്തിൽ എനിക്ക് സന്ദീപ് വാര്യറാണെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട നിൽക്കുന്നത്. ആ ബാരിക്കേഡ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ 1 ഇഞ്ച് പോലും കടത്തി വിടാതെ ബാരിക്കേഡ് വളരെ പക്ഷെ DYFI പലപ്പോഴും സമരം ചെയ്യുമ്പോൾ, DYFI മാത്രമല്ല SFI ഒക്കെ സമരം ചെയ്യുമ്പോൾ ബാരിക്കേഡുകൾ തകരുന്നു. അത്ര ബലമേ ഉള്ളൂ DYFI വരുമ്പോൾ പോലീസുകാർക്ക്. പോലീസുകാർ പിടിച്ചു ചിലപ്പോൾ അതല്ല ഇതിൽ ഇതുവഴി അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു കാണും. കാരണം അത് CPMൻ്റെ ഒരു മർദ്ദന ഉപകരണമല്ലേ, CPMൻ്റെ മർദ്ദന ഉപകരണമാണെന്ന് നമുക്ക് പലവട്ടം മനസ്സിലായതല്ലേ. എന്ത് കൊലവിളിയാണ് നടത്തുന്നത് ഒരു ഗവർണർക്കെതിരെ? ഇത് കണ്ട് പേടിച്ചങ്ങ് പോകുമെന്നാണോ? എൻ്റെ മക്കളെ, നിങ്ങൾ കൗബീനെ വിട്ട് നടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് പോയി അവരുടെ അടിയും ഇടിയും ചവിട്ടും വാങ്ങിയ ഗവർണറാണ്. നിങ്ങൾ കാണുന്ന പോലെ അല്ല. അദ്ദേഹം കതർവസ്ത്രമാണ് കതർവസ്ത്രം ധരിച്ച് മാന്യമായിട്ട് അവിടെ ഇരിക്കുന്നെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് അറിയാം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണെന്നേ കാവിക്കൊടിയൊക്കെ വെച്ചിരിക്കുന്നതും കാവിക്കൊടിക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയതുമൊക്കെ. ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരെ, പീരങ്കി ഏന്തിയ പട്ടാളക്കാരെ പേടിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയാനിരിക്കുന്ന ചർച്ച അവസാനിക്കാൻ സമയം അതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ശ്രീ പത്മനാഭ സേവാ സമിതി ആണ് ഈ ഒരു സെനറ്റ് ഹാളിൽ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത്. നമ്മൾ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ പല ഹാളുകളും നമ്മൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലാത്ത ഔദ്യോഗിക കാര്യങ്ങൾക്കും എടുക്കാറുണ്ട്. അതിന് വാടക കൃത്യമായിട്ട് കൊടുക്കുന്നു. ഞാൻ നേരത്തെ ഇതിനു മുമ്പേ സാറിനോട് പറഞ്ഞു, സാർ ഒരു മുസ്ലിം ഒരാളുടെ ഒരു മാരേജ് ഹാളിൽ ഇപ്പൊ എൻ്റെ ഒരു റിലേറ്റീവ് ഹിന്ദുവിന്റെ കല്യാണം നടത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയില്ല, ഹിന്ദു ആചാരപ്രകാരം ഇവിടെ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഞാൻ വാടക കൊടുത്ത്, ഞാൻ 1 ലക്ഷം രൂപ വാടക കൊടുത്തിട്ട് ഒരു ഹാള് വാങ്ങിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം നടത്താൻ പറ്റില്ല എന്ന് പറയുന്നതിലെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് പറഞ്ഞത്. ശ്രീ പത്മനാഭ സമിതി എന്ന് പറയുന്ന സമിതിയോട് ഇതൊന്നും ചോദിക്കാതെ പൈസ എണ്ണി വാങ്ങിച്ചിട്ട് പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മര്യാദയാണ് അത്? അല്ല, ഇത് മാത്രമല്ല, പല ഹാളുകൾ, ഇപ്പൊ യൂണിവേഴ്സിറ്റി ഹാൾ മാത്രമല്ല, പല സർക്കാരിന്റെ ഹാളുകളും പല മതങ്ങളിലും, മുസ്ലിംകാരും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരും ഹിന്ദു മതവിഭാഗത്തിലുള്ള പല മത ചടങ്ങുകൾക്കും ഇതിപ്പോ യൂണിവേഴ്സിറ്റി മാത്രമല്ല പല സർക്കാരിന്റെ ഹാളുകളും ഉപയോഗിക്കുന്നുണ്ട്. അത് സർക്കാരിന് ഒരു വരുമാന മാർഗമാണ്. അത് വേണ്ട, ഇത്തരത്തിലുള്ള സർക്കാർ പരിപാടികൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം അവർ അറിയിക്കണമായിരുന്നു. ശ്രീ പത്മനാഭ സ്വാമി സേവാ സമിതി എന്ന് പറയുമ്പോൾ അവർക്കറിയാലോ അതിൽ ഈ ഹിന്ദു ദൈവങ്ങളുടെ പടം വയ്ക്കും, മതമുണ്ട് എന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി അവര് വാടക വാങ്ങിക്കാൻ ചെയ്ത് ആദ്യമേ അവർ വാടക വാങ്ങിക്കുക, അത് പറ്റില്ല എന്നുള്ളത് അവർക്ക് ഒഴിവാക്കാമല്ലോ. പിന്നെ ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് യൂണിവേഴ്സിറ്റി ഒക്കെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നുള്ളിൽ അല്ലേ ഒന്ന് ഓർത്തിരുന്ന് വാടക വാങ്ങിക്കുന്നത് നന്നായിരിക്കും. അതെ, യൂണിവേഴ്സിറ്റി പൈസ കിട്ടിയപ്പോ അല്ല, രാജകുടുംബകാലത്ത് കെട്ടിപ്പൊക്കിയതേ ഉള്ളൂ, പിന്നീട് അങ്ങോട്ടൊന്നും കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളില്ല. പിന്നെ പൊളിക്കുകയേ ചെയ്തിട്ടുള്ളൂ, അടിച്ചു പൊളിക്കുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. SFIക്കാര് അടിച്ചു പൊളിക്കുകയും നാട്ടുകാർക്ക് ഉപദ്രവം ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എന്ന് മാത്രമല്ല, പത്മനാഭ സ്വാമിയുടെ പൈസ ഇങ്ങ് പോരട്ടെ, പക്ഷേ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ നടത്താൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതെന്തൊരു മര്യാദകേടാണ്. ഈ ചുമ്മാ അവർക്ക് എന്ത് രാഷ്ട്രീയവും അക്കാദമിയിൽ വരെ രാഷ്ട്രീയം കലർത്തിയിട്ട് PhD ബിരുദത്തിൽ വരെ പരീക്ഷയിൽ വരെ രാഷ്ട്രീയ ആ സകലം അഴിമതിയുടെ പാലാഴി അവിടെ സൃഷ്ടിച്ചിട്ട് പിന്നെ ഒരു സമിതി അവരുടെ പരിപാടി അവരുടെ അനുസരിച്ച് നടക്കുക. പിന്നെ ചെങ്കൊടിയും അരിവാൾ ചുറ്റിക ചെങ്കൊടിയും വെച്ചിട്ട് അവിടെ നടത്താൻ പറ്റുമോ? അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ചെങ്കൊടിയും വെച്ച് നടത്താൻ പറ്റുന്ന പരിപാടിയാണോ അത്? നിങ്ങൾ പറയണം, ഞങ്ങൾ ഇവിടെ പരിപാടി നടത്തുമ്പോൾ കാവി പാടില്ല എന്ന് പറയും, ചെങ്കൊടി വരണം, അന്നേരം കണ്ടീഷനായിട്ട് എഴുതി കൊടുക്കണം, കരാർ എഴുതി വെച്ച് ഒപ്പിട്ടിട്ട് വേണം.
അവർ വാടകയ്ക്ക് എടുത്ത് അവരുടെ പരിപാടി നടത്തും. സഭ്യമായിട്ടുള്ള ഏത് പരിപാടിയും യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ പോയാൽ ചെങ്കൊടിയേ ഉള്ളൂ കാണാൻ. അതെ, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ ചെങ്കൊടികളെ ഉള്ളൂ കാണാൻ. IKG സെന്ററിന്റെ ഇങ്ങോട്ട് പലവിധ ചെങ്കൊടികൾ പാറി പറന്ന് നടക്കുന്ന ബോർഡുകൾ വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ആ ലൈബ്രറിയുടെ ഒക്കെ ഫ്രണ്ടിൽ അതേ ഉള്ളൂ കാണാൻ. അത് മാത്രമേ ഉള്ളൂ. അവരുടെ രക്തത്തിൽ പോലും അതാ. അല്ലെ, ഞങ്ങളവിടെ ഷൂട്ടിന് പോയി, ദൂരദർശൻ്റെ ഷൂട്ടിന് പോയപ്പോൾ ഇവിടെ എന്തുവാടാ പ്രശ്നമെന്ന് പറഞ്ഞ് ക്യാമറാനെ കയറി പിടിച്ചു. ക്യാമറ പേടിച്ചോടി. അന്നപ്പോൾ നമ്മുടെ ഒരു പരിചയമുള്ള ഒരു SFIക്കാരനാണെന്ന് ചോദിച്ചത്. വേറെ ആരുമല്ല, നമ്മുടെ കൃഷ്ണകുമാർ, സിനിമാ നടൻ കൃഷ്ണകുമാർ. അന്ന് അയാൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അയാൾ നിന്ന് തടസ്സം ചെയ്തു. ആ ക്യാമറ ഈ മാലയിൽ കയറി പിടിച്ചു. ഒരു തടിമാടനായ ഒരുത്തം വന്നിട്ട് എന്തുവാടെ ഇവിടെ പ്രശ്നം. ക്യാമറ കണ്ടപ്പോൾ അവന് കാലിളകി. അന്ന് കാവ്യ മാത്രമല്ല, ക്യാമറയും കണ്ടിട്ട് കാലിളകി. എന്ന് നിങ്ങൾ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ഈ പാവം കൃഷ്ണകുമാറാണെന്ന് വന്നിട്ട് അവരെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം കൊണ്ട് മതിക്കുകയാണ്. SFIയുടെ പിൻബലം. അവനാണ് പിന്നീട് ശിശു ക്ഷേമ സമിതിയുടെ ചെയർമാനായിട്ട് വന്ന ആൾ. കൂടുതൽ ചരിത്രങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല. ഇതാണ് അവിടുത്തെ അഹങ്കാരം കൊണ്ട് കൈ കഴുകുന്ന ഒരു SFI പ്രസ്ഥാനത്തിൻ്റെ മാത്രം കുത്തകയായിട്ടും ഏകാധിപത്യമായിട്ടും അതപ്പതിച്ചിരിക്കുക. അവർ പറയുന്നതാണ് അവിടുത്തെ നിയമം. ഇവർ തന്നെയാണ് ഭരണഘടനയെ വാഴ്ത്തി സ്തുതിക്കുന്നതും ഭരണഘടന എടുത്ത് പൊക്കിക്കാണിക്കുന്നതും. പക്ഷേ ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘിച്ചത് വഴി യൂണിവേഴ്സിറ്റിക്കകത്തും രാജ്ഭവനിലും ഇവർ പ്രോട്ടോകോൾ ലംഘനങ്ങളാണ്. അവരുടെ മന്ത്രി, മാതൃകയാവേണ്ട വിദ്യാഭ്യാസ മന്ത്രി വരെ ആ പ്രോട്ടോകോളും ഭരണഘടനയെ അവഹേളിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് അവർ ഭരണഘടനയെ ആദരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.